ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇത് ഞങ്ങൾ പറമ്പിക്കുളം പോയതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഇനി ഒന്നുകൂടെ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഇത് സാക്ഷരതയെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രമാണ്. ആൺപെൺ കുട്ടികൾ വരെ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ടാണ് ആദിവാസികളുടെ ഒരു ഫങ്ഷനൊക്കെ, ഫങ്ഷനല്ല, അവരുടെ കലാപരിപാടികൾ, ഡാൻസ്, നൃത്തമൊക്കെ അതിഥികളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗസ്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേജാണിത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമ്മളുമായി. അപ്പോൾ അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു ഹാളിനകത്ത് ഇരുന്നിട്ട് കാണുമ്പോഴുള്ള ചിത്രമാണിത് പുറമേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭംഗിയുള്ള മൂന്നാർ കാണാനായിട്ട് ഇറങ്ങി കേട്ടോ. മൂന്നാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇതുപോലെ എന്താണ്, പൂക്കളും കായ്കനികളും കാലാവസ്ഥയായിരുന്നാലും എല്ലാം കൊണ്ടും വളരെ എന്താ പറയുക, നമ്മുടെ മനസ്സിനും കണ്ണിനും ഒക്കെ കുളിർമയേകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് നമ്മൾ പറമ്പിക്കുളത്ത് നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയിട്ട് ഒന്ന് വാഷ്റൂമിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു മയിൽ പീലി വിടർത്തി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു അതിൻ്റെ ഒരു ചിത്രം എടുക്കാനായിട്ട്. പക്ഷേ അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റത്തില്ല. വേണമെങ്കിൽ പോകാം, പക്ഷേങ്കിൽ അവിടെ കാലിലൊക്കെ വല്ലതും കൊള്ളുമെന്നൊക്കെ ഞങ്ങൾക്ക് പേടിയാണ്, മുള്ളോ അങ്ങനെയൊക്കെ. അതാണ് കണ്ടോ, കംപ്ലീറ്റ് അവിടെ കാക്കകളെ പോലെയാണ് മയിലുകളും ഇങ്ങനെ പീലി വിടർത്തി ആടുന്നത് കാണാൻ പറ്റും. നല്ല മനോഹരമായ സ്ഥലം. വല്ലപ്പോഴും ഒരിക്കൽ നമുക്കിങ്ങനെ പോയി ഇതൊക്കെ കാണാൻ പറ്റും. അപ്പം അതാണ്. അപ്പോൾ എന്നിട്ട് ഞങ്ങളിങ്ങനെ മൂന്നാറിലേക്ക് തിരിച്ചു. അതിൻ്റെ യാത്രയാണ്. അപ്പോൾ നമ്മൾ വണ്ടിയിലാണെങ്കിൽ ഇങ്ങനെ പഴയ ഓൾഡ് ചലച്ചിത്ര ഗാനങ്ങളെല്ലാം ഇങ്ങനെ വെച്ച് വയ്ക്കും കേട്ടോ. അത് വെച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അതെല്ലാം മ്യൂട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ലാത്തിയടിയും ഉണ്ടാവും. അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ മൂന്നാറിലേക്ക് തിരിക്കുകയാണ്. ഇത് 2 ദിവസം മൂന്നാർ മനസ്സ് വിചാരിച്ചുകൊണ്ടാണ് പോകുന്നത്. അവിടെ പോയിട്ട് നമുക്ക് കാണാം എന്നുള്ളതാണ്. ഇപ്പം ലോങ് ട്രിപ്പാണ്, എന്നാലും മക്കളൊക്കെ ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ അവരും അച്ഛന്മാരും മാറി മാറി ഡ്രൈവ് ചെയ്താണ് നമ്മൾ പോയത്. അങ്ങനെ അപ്പോൾ തേയിലത്തോട്ടങ്ങൾ കാണുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി പ്രത്യേകം തന്നെയാണ് കേട്ടോ. ഇത് ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു ഇങ്ങനെ എന്താണ്, ഫ്രൂട്ട്സ് ഗാർഡൻ ഉണ്ടല്ലോ. അപ്പോൾ അത് കാണാനായിട്ട് നമ്മൾ പോയി കേട്ടോ, ഇറങ്ങി. അപ്പോൾ അവിടെ ചെടികളുമുണ്ട്. റോസൊക്കെ ഇങ്ങനെ കൊലയായിട്ടാണ് പൂത്തിരിക്കുന്നത് കേട്ടോ. പക്ഷെ നല്ല വെയിലാണ് കേട്ടോ, ചൂടുമുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ചെടികളും പിന്നെ സബർജില്ലി, ഓറഞ്ച്, ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, പേരയ്ക്ക എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കിങ്ങനെ കുട്ടിക്കായായിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ മേടിച്ചു, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായിരുന്നു, സ്ട്രോബെറി, പിന്നെ മൽബറി, ഇങ്ങനത്തെയൊക്കെ വാങ്ങി കേട്ടോ ഞങ്ങൾ. മൽബറിയൊക്കെ പക്ഷേ പുളി കാരണം വായി തൊടാൻ വയ്യ. സ്ട്രോബെറീസ് നല്ലതായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. പിന്നെ ഇതായിരുന്നു, ഫാഷൻ ഫ്രൂട്ട് വാങ്ങുന്നുണ്ടായിരുന്നു എൻ്റെ സിസ്റ്ററിലെല്ലാം. അതൊക്കെ നല്ല ടേസ്റ്റാണ്, മധുരമുള്ളതാണ്. പക്ഷേ നമ്മൾ വാങ്ങിച്ച ആ മൽബറി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നാട്ടിലൊക്കെ ഉള്ളത്, അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. കറുത്ത കളറിലിങ്ങനെ പഴുത്ത് വരുമ്പോഴത്തേക്ക് അത് തിന്നാൻ നല്ല മധുരമുള്ളതാണ് കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര പുളിയായിരുന്നു കേട്ടോ, വായി തൊടാൻ ആയിരുന്നു. അത് അടുത്ത ദിവസം ആകുമ്പോൾ തന്നെ വെള്ളമായി പോകും കേട്ടോ, ചീത്തയായി പോകും. ഞാൻ ഒറ്റയ്ക്ക് അത് തിന്ന് തീർത്തു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഞങ്ങൾ മറന്നുപോയി കേട്ടോ. പിറ്റേ ദിവസം രാത്രി ആയപ്പോഴത്തേക്ക് അതങ്ങനെ വെള്ളം പോലെ ആയിപ്പോയി. അങ്ങനെയായിരുന്നു. കണ്ടില്ലേ ചെടികളൊക്കെ അത്ര ഭയങ്കരമായിട്ടില്ലെങ്കിലും ഉള്ളതെല്ലാം നല്ല ഭംഗിയായിട്ട് കൊലകുത്തി പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ഓറഞ്ച്, സബർജില്ലി എല്ലാം ചെറുതായിട്ടേ ഉള്ളൂ. പിന്നെ ഒരു ചെറുതായിട്ട് അവിടെ സ്ട്രോബെറിയുടെ ഇത് കണ്ടു. സ്ട്രോബെറിയുടെ ഇവിടെ അധികം ഇല്ല, കണ്ടില്ല. കുറച്ചുണ്ടായിരുന്നു, കായ്ച്ചിങ്ങനെ നിൽപ്പുണ്ടായിരുന്നു, ചെറിയ കായ്കളുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഇതിൽ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അങ്ങനെ സബർജില്ലിയുടെ കുറേ കണ്ടു കേട്ടോ നമ്മൾ. ഇതിനു മുമ്പ് വന്നപ്പോഴും വയനാട് വന്നപ്പോഴും ഞങ്ങൾ ഈ ഒരു ഫ്രൂട്ട്സ് ഗാർഡനിൽ ഇറങ്ങിയായിരുന്നു ഞങ്ങൾ.
അപ്പോഴും ഞാനൊരു റോസ് മരത്തിൽ നിറയെ വെളുത്ത റോസുകൾ പൂത്തു. മരമായിരുന്നു അത് കേട്ടോ, റോസ് ട്രീ ആയിരുന്നു, നിറച്ചും പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് ലില്ലി. ഇവിടെ മൂന്നാറിനെല്ലാം പോകുമ്പോഴത്തേക്കും, പറമ്പിക്കുളം പോകുമ്പോഴും ഈ ലില്ലിയുടെ പല കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കാട്ടിനിടയിൽ വയലറ്റ് കളറ്, പർപ്പിൾ കളറ് ഒക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു കേട്ടോ. ഇത് എന്തായിരുന്നു പറയുന്നത്, മരത്തക്കാളി എന്ന് പറഞ്ഞു കേട്ടോ. മരത്തക്കാളിയാ, മരത്തക്കാളി എന്നാ പറഞ്ഞത്. ഞാൻ വിചാരിച്ചു അത് കണ്ടപ്പോഴത്തേക്കേ മൊസാമ്പിയാണെന്ന് കരുതി. അല്ല, മരത്തക്കാളി എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതിങ്ങനെ ഓട്ടിച്ച് കാണിക്കുന്ന ബോറിങ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കമ്മൽ പൂവ് നിറച്ചുണ്ട് ഇങ്ങനെ. ഇതിൻ്റെ പല പല വെറൈറ്റീസ് പൂക്കളും കായ്കളും എല്ലാം ഉണ്ട്. പിന്നെ അവരവിടെ നിന്ന് വിൽക്കുന്നത് ഇതൊക്കെയാണ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. സ്ട്രോബെറിയും മൾബറിയും ഒക്കെയാണ്. പിന്നെ ഫാഷൻ ഫ്രൂട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ഇല്ലായിരുന്നു. പൂക്കളിൽ ഇത് സീനിയാണ്, ഡാലിയ, സീനിയ, ഇതെല്ലാം ഉണ്ട് കേട്ടോ. അതും പല നല്ല ഭംഗിയുള്ള കളേഴ്സൊക്കെ ഉണ്ട്. ഇത് റോസ് കണ്ടില്ലേ, നാടൻ റോസ് പോലെ ഒരു റോസ് അല്ല, അവിടുത്തെ റോസസ് എല്ലാം ഇങ്ങനെ തന്നെയാണ്. പക്ഷെ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, എന്താണ് ഇതിനിടുന്നത് നിങ്ങളെന്ന് ചോദിച്ചു, വളം കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ചാണകപ്പൊടിയും എല്ലുപൊടിയും മാത്രമാണെന്ന് പറഞ്ഞു. അവർ കണ്ടില്ലേ, ഇത് റോസാണ് കേട്ടോ. റോസൊക്കെ പൂത്ത് നിൽക്കുന്ന എല്ലാം ഇങ്ങനെ ബൊക്കെ കണക്കാണ് നിൽക്കുന്നത്, ബഞ്ചായിട്ട്. കണ്ടില്ലേ, നാടൻ റോസ് പോലെയാണ് അത്, കണ്ടോ. അവിടെ ആയിട്ട് ഇങ്ങനെ ഉണ്ട് കേട്ടോ. ₹20 ഇവിടെ ഒരാൾക്ക് ഫീസ് ഇതിലേക്ക് എൻട്രി ചെയ്യാനായിട്ട്. പക്ഷെ എന്നാലും നമുക്ക് ഇവിടത്തേക്ക് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കണ്ടുകൂടെ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും കയറി. പക്ഷേ നമ്മൾ വിചാരിച്ചതുപോലെ അത്ര കാണാനൊന്നും അവിടെ ഇല്ലായിരുന്നു. എല്ലാം കുഞ്ഞു കുഞ്ഞു കായ്കളായിരുന്നു കേട്ടോ, കുഞ്ഞു കായ്കൾ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാം. പക്ഷേ ഇതിന് മുമ്പ് ഞങ്ങൾ വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. വലിയ കായ്കളൊന്നും ആപ്പിള് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. കുട്ടി കുഞ്ഞു കായ്കൾ തന്നെ നിറച്ചും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെയായിരുന്നു. ഓറഞ്ച് കണ്ടില്ലേ, അവിടെ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ്. കുറേ സ്ഥലത്ത് ഉണ്ട്. നമുക്കൊരു 45 മിനിറ്റ്സ് ഒക്കെ നടന്ന് കാണാനുള്ള സംഭവം ഉണ്ട്, നിറയുണ്ട്. ഇങ്ങനെ ഈ കോലന് നിൽക്കുന്ന ആ മരങ്ങളെല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ആപ്പിൾ മരങ്ങളാണ് കേട്ടോ. അതിലൊന്നും ഒന്നും കാണാനേ ഇല്ല. പിന്നെ സപ്പോർട്ടയുണ്ട്. സപ്പോർട്ടയൊക്കെ നല്ല ബുഷിയായിട്ട് നിൽപ്പുണ്ട്. എങ്ങനെയാ പൂസൊക്കെ ഇട്ടിട്ടാണ് അവർ നനയ്ക്കുന്നത്. പിന്നെ നാടൻ ജൈവവളങ്ങളൊക്കെ തന്നെയാണ് ഇതിനിടുന്നതെന്നൊക്കെ പുള്ളി പറയുന്നുണ്ടായിരുന്നു. ചോദിച്ചു നമ്മളതെല്ലാം. കണ്ടോ, ആപ്പിൾ ട്രീ ഇത് കണ്ടോ, അതിങ്ങനെ എന്താ പറയുക, കോലൻ ഇങ്ങനെ നിൽക്കുക. ചെടിയിൽ അധികം ഇലകളും കാണാനില്ല. അങ്ങനെയൊക്കെയാണ് ആപ്പിൾ മരങ്ങളിൽ. അങ്ങനെയാണ് നിറച്ച്. വൈറ്റ് കളർ. ഇതുപോലെ ഒരു ട്രീ ആയിരുന്നു ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴത്തേക്ക് കണ്ടത് കേട്ടോ. ഇതിനകത്തേക്ക് കയറുമ്പോഴേ ആ മരമായിരുന്നു കണ്ടത്. ഇപ്പോൾ അതൊക്കെ മാറ്റിയിരിക്കുന്നവർ പലതും പല ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോന്നിൻ്റെയും ഇങ്ങനെ കാലാവസ്ഥ അനുസരിച്ച് അവർ മാറ്റി കൃഷി ചെയ്യുന്നതായിരിക്കണം. വെജിറ്റബിൾസ് ഒന്നും ഞാൻ കണ്ടില്ല. ഫ്രൂട്ട്സ് മാത്രം തന്നെ കണ്ടത്. പിന്നെ ചെടികളും പൂക്കുന്ന ചെടികളും മാത്രമാണ് ഇതിനകത്ത് കണ്ടിരിക്കുന്നത്.
അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. പിന്നെ ഇനിയും കുറേ യാത്രയുണ്ട്, ഈവനിങ് ആവും എത്താനെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നൊക്കെ വാങ്ങിച്ച കണ്ടില്ലേ, അതെല്ലാം നമ്മൾ പെട്ടെന്ന് കാലിയാക്കി. പക്ഷേ അത് പഴുക്കാത്ത പോലെ ഇരുന്നാലും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അത് എന്തായിരുന്നു, സ്ട്രോബെറി. എന്നിട്ട് ഞങ്ങൾ മറയൂർ എത്തിയിട്ട് അവിടെ എല്ലാം ഈ ശർക്കരയുടെ ഫാക്ടറി ഉണ്ട്. അപ്പം ശർക്കര മേടിക്കാനായിട്ട്, മറയൂർ ശർക്കരയാണ് നമ്മളിവിടെയും വാങ്ങുന്നത്. അത് അവിടെ പോയി മുമ്പ് വയനാട് പോകുമ്പോൾ ഞാൻ ആ ഫാക്ടറികൾ ഇതുണ്ടാക്കുന്ന സ്ഥലത്ത്, ഫാക്ടറി മീൻസ് ഇതുണ്ടാക്കുന്ന നാടൻ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്ത് കാട്ടിനുള്ളിൽ എൻ്റെ ബ്രദർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നമ്മളെ. അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ മറയൂർ ശർക്കരയെ വാങ്ങുള്ളൂ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ ഇത് റോഡ് സൈഡിൽ വരെ ആയി കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങളത് കാണാനായിട്ട് കയറി. അപ്പോൾ ഇതാണ് ശർക്കര ഉണ്ടാക്കുന്ന. ഇതൊക്കെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഇടണമെന്ന് വിചാരിച്ചതാണ്, പിന്നെ സമയമില്ലാത്തത് കൊണ്ടാണ് ഒരുമിച്ച് എല്ലാം കൂടെ ആക്കിയത് കേട്ടോ. ഇതാണ് ശർക്കര ലായനി കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലിപ്പോൾ ഞങ്ങൾ മുമ്പേ പോകുമ്പോഴത്തേക്ക് ശർക്കരയുടെ ഒരു വെറൈറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാട്ടിലുണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ പോയത്, 1-2 സ്ഥലത്ത്. അവിടെ ഇപ്പോൾ ശർക്കരയുടെ പല ഫാഷനായി കഴിഞ്ഞു കേട്ടോ. അത് ഉണ്ട ശർക്കരയായിട്ട് സാധാരണ മാനുവലായിട്ട് ഉണ്ടായിട്ട് വയ്ക്കുന്നതുണ്ട്. അല്ലാണ്ട് അതിൽ ചുക്ക്, കരിപ്പെട്ടി കാപ്പിയൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ, ചുക്കാപ്പി ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ശർക്കര പൊടിയായിട്ട് വെച്ചിട്ടുണ്ട്. അത് 10 മണിക്കൂറുള്ള പ്രോസസ്സാണെന്ന്. 8 മണിക്കൂറുള്ള പ്രോസസ്സ്, 10 മണിക്കൂറുള്ള പ്രോസസ്സ്, അങ്ങനെയൊക്കെയാണ് അവർ ആക്കി വെച്ചിരിക്കുന്നത്. പിന്നെ 3 മണിക്കൂർ, 4 മണിക്കൂറുള്ള പ്രോസസ്സ്, അങ്ങനെയാണ് അതിനെ പല വെറൈറ്റി ആയിട്ട് പാക്കറ്റായിട്ട് ഇത് കൊടുക്കുന്നത്. എന്താണെന്നറിയോ, ശർക്കരയുടെ ടേസ്റ്റ്, പിന്നെ ഇത് കൊക്കോ പൗഡറും ചേർത്ത് ശർക്കരയുടെ മിശ്രിതം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മിഠായി പോലത്തെ സംഭവമുണ്ട്. പിന്നെ ശർക്കര പാനി പ്രത്യേകം വെച്ചിട്ടുണ്ട്, അത് ബ്രെഡിലൊക്കെ ഇങ്ങനെ തേച്ച് കഴിക്കാത്രയുന്നു. അപ്പോൾ അതൊന്നും നമ്മൾ വാങ്ങിച്ചില്ല. ശർക്കര അവരെല്ലാവരും അതിൻ്റെ പൗഡറാണ് മേടിച്ചതെന്ന് തോന്നുന്നു ശർക്കരയുടെ. ഞാൻ ശർക്കരയുടെ എനിക്ക് മാനുവൽ ശർക്കര, ഉണ്ട ശർക്കര ഇഷ്ടമാണ്, അതും പൊടിയും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കരിമ്പിൻ്റെ ജ്യൂസ്, അത് നല്ല ടേസ്റ്റാണ്. ഇവിടെയൊക്കെ ഉണ്ട്, കേരളത്തിലും തിരുവനന്തപുരത്തും തമിഴ്നാട്ടിലും എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ഇതിൽ നാരങ്ങ, ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അവർ കരിമ്പിൻ ജ്യൂസ് തരുമല്ലേ, അതാണ്. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതെല്ലാം ഒന്ന് കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ യാത്രയായി. ഇത് ശർക്കര പാനി ഉണ്ടാക്കുന്ന അടുപ്പിൻ്റെ പുക പോകുന്ന കുഴലാണ് കേട്ടോ. ഈ അടുപ്പിൻ്റെയാ ഇതില്ലേ, അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വീണ്ടും യാത്രയായി. ഇനി അങ്ങോട്ട് തേയിലത്തോട്ടങ്ങൾ കാണാം നമുക്ക്. അത് എന്താ പറയുക, പൊങ്ങിയും താഴ്ന്നും ഒക്കെയുള്ള ഭൂമികളിലായിട്ട് ഇങ്ങനെ തട്ടായിട്ട് കൃഷി ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് നമ്മളിങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും ഇറങ്ങി എടുക്കാനായിട്ട് പറ്റില്ലല്ലോ, നമുക്ക് ഒരു ടൈമിന് സ്ഥലത്ത് എത്തണമല്ലോ. അപ്പോൾ അതാണ് കാര്യം. വളരെ ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇപ്പോൾ മൂന്നാറും ഇടുക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതിൻ്റെ തേയിലത്തോട്ടങ്ങളുടെ ഒരു എന്താണ് സാമ്രാജ്യം തന്നെയാണെന്ന് പറയാം നമുക്ക്. ഇതാ എന്തൊരു ഭംഗിയെന്നറിയോ ആ പച്ചപ്പ് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈവനിങ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മലകളുടെ ഇടയിലെല്ലാം കോടമഞ്ഞെല്ലാം ഇങ്ങനെ വരാൻ തുടങ്ങി. മേഘമാണോ കോടമഞ്ഞാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നിക്കുമാറ്. അതിൻ്റെ ഒരു ഭംഗി വേറെയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു ടീ കുടിക്കാനായിട്ട് അവിടെ ഒരു സൈഡിലുള്ള ടീ ഷോപ്പിലേക്ക് ഒന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇത് ഈ പറഞ്ഞ പോലെ കോടമഞ്ഞിൻ്റെ ഒരു ഭംഗി.
കണ്ടോ? തേയിലത്തോട്ടങ്ങൾ കാണാനായിട്ടൊരു പ്രത്യേകത തന്നെയാണ് കേട്ടോ, ശരിക്കും. നമ്മളതിൻ്റെ ഭംഗി കണ്ടിട്ട് അങ്ങ് അവിടെ ഇറങ്ങി കേട്ടോ. ഒരു ടീ ഷോപ്പിൽ എല്ലാവർക്കും ഇങ്ങനെ തലവേദനയായി തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഒരു ക്ഷീണം മാറ്റാൻ എന്നോണം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ. നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ. ആ കടയിലുള്ള ഒരു ലേഡിയും ഒക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ അവിടെ നിന്നൊക്കെ ഇങ്ങനെ ചെടി പറിച്ചെടുത്ത് കേട്ടോ. ആ തേരിയിൽ നിന്നെല്ലാം പറിച്ചെടുത്തു. പക്ഷെ അതൊന്നും വീട്ടിലൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ മൂന്നാർ എത്തി, റൂമിലേക്ക് വന്നു. നല്ല ഒരു എന്താ പറയുക, കണ്ടില്ലേ, അടിപൊളി റൂമായിരുന്നു. എൻ്റെ ബ്രദറിൻ്റെ കെയർ ഓഫിലായിരുന്നു എടുത്തത്. അപ്പോൾ അങ്ങനെ ബാൽക്കണിയിൽ നിന്ന് കാണുമ്പോൾ ഉള്ള ചിത്രങ്ങളാണ് ഇതെല്ലാം. എന്നിട്ട് ഞങ്ങൾ ഒന്ന് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി. അപ്പോൾ വെറുതെ നടന്നു, കുറേ സമയം ഇരുന്ന് യാത്ര ചെയ്തതല്ലേ. അവിടെയൊക്കെ ഇങ്ങനെ ഷോപ്പുകളിലെല്ലാം ഇങ്ങനെ നോക്കി. നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് പോകുന്ന ഒരു ഷോപ്പുണ്ട്. അവിടെ നിന്നൊക്കെയാണ് നമ്മൾ ടീ എല്ലാം വാങ്ങുന്നത്. ഗ്രീൻ ടീയും സാദാ ടീയും ഒക്കെ വാങ്ങുന്നത്. തേയില എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന് ഒരു ഹരമാണ്. പുള്ളി അതിൻ്റെ തേയിലയുടെ ഏതെല്ലാം വെറൈറ്റി ഉണ്ടോ സ്ട്രോങ് എന്ന് പറഞ്ഞിട്ട് ഒക്കെ എടുക്കാറുണ്ട്. ഞാൻ പിന്നെ അത്രത്തോളം അതിലൊന്നും ഭയങ്കര ക്രേസല്ല. ജാമുണ്ടോ, പിന്നെ എന്താണ് ഓർഗാനിക്കിൻ്റെ അവരുടെ പ്രോഡക്റ്റ്സ്, എന്താ മസാല പോലെയുള്ള സംഭവങ്ങളോ, പിന്നെ എന്താ ഗ്രീൻ ടീ ഉണ്ടോ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ എന്താ ഷാമ്പുവോ ഫേസ് പാക്കോ അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ. അപ്പോൾ അവരുടെ തന്നെ നാച്ചുറൽ പ്രോഡക്ട്സ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് എനിക്ക് താല്പര്യമുള്ളത്. വീഡിയോ കണ്ടിന്യൂഷനാണ്. നമ്മൾ വൈകുന്നേരം ഇവിടെ എത്തി, മൂന്നാറിൽ BSNLൻ്റെ ഒരു ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ വെറുതെ ഇരുന്ന് ഉറങ്ങണ്ടെന്ന് എഴുതിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി. മൂന്നാർ വെറുതെ ഇങ്ങനെ സിറ്റിയിൽ ഇങ്ങനെ നടന്ന് കാണാം, കൂടെ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. ഡിന്നർ നല്ല സ്ഥലം ഗുരുഭവനാണെന്ന് പറഞ്ഞു. അപ്പം ഗുരുഭവൻ നോക്കി ഇങ്ങനെ നമ്മൾ വെറുതെ ജസ്റ്റ് നടക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാണാം കാഴ്ചകൾ. താല്പര്യമുള്ളവരടുത്ത് മാത്രം പറയാം. ഇവിടെ ഒന്നും അധികം സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലല്ലോ. അപ്പോൾ ഞാൻ നോക്കി വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന തലകുത്തനെ താഴെ വീഴും. ഡെയിലി വെജിറ്റബിൾ മാർക്കറ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഷോപ്പിങ്ങിന് ഇറങ്ങിയതിനിടയിൽ തന്നെ ഡിന്നറും കഴിച്ചു. ഗുരുഭവൻ നോക്കി പോവുമായിരുന്നു. ഇവരിങ്ങനെ ഒരുപാട് ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടും പിന്നെ സെർച്ച് ചെയ്തിട്ടും അവിടെ പോകുന്നതാണല്ലോ എൻ്റെ ബ്രദറല്ല. അപ്പോൾ നല്ല സ്ഥലം നോക്കിയിട്ട് പിള്ളേരൊക്കെ ആയിട്ട് പോയതല്ലേ. അപ്പോൾ അങ്ങനെ ഗുരുഭവൻ നോക്കി. കുറേ അധികം ദൂരം നടക്കേണ്ടി വന്നു കേട്ടോ. ഇപ്പോൾ അടുത്താണെന്നും വെച്ചിട്ട് നടന്നതാണ്. അപ്പോൾ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ തിരിച്ച് വരും വഴി നമ്മൾ ഇപ്പോൾ പോകുന്നത് ആ ബ്രിഡ്ജ് വഴി കയറിയിട്ട് ഇങ്ങനെ അതിനടുത്താണ് ഒരു നമ്മൾ വാങ്ങുന്ന ഒരു ഷോപ്പുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ റൂമിൽ വന്നു. ഞാൻ വാങ്ങിയ സാധനങ്ങളെല്ലാം ഞാൻ കാണിക്കാം. ഇതൊക്കെയാണ് കുറച്ച് സാധനങ്ങളൊക്കെയാണ്. ജാമാണിത്, തേനിലൊക്കെ സ്ട്രോബെറി ഇട്ട ജാം. ഇതൊരു ഫേസ് പാക്കാണ്. പിന്നെ ഇത് ഇഞ്ചി മിഠായിയാണ്. പിന്നെ ഇത് ഇങ്ങനെ തലവേദനയോ അങ്ങനെ പെയിൻ ബാമായിട്ട് തുളസി തൈലം എന്നൊക്കെ പറയും ഇങ്ങനെ. ഇത് ഷാമ്പൂവിൻ്റെ ഒരു ഹിബിസ്കസിൻ്റെ അത്